ഇൻട്രൊഡക്ഷൻ ടു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടോപ്പിക് നോക്കാം. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗോൾ ഓറിയൻറ്റഡ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഫിസിക്കലി റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ്വെയർ കമ്പോണൻറ്റ്സ്, ഫ്രെയിംവർക്ക്, ടൂൾ എല്ലാം ഫിസിക്കലി അവൈലബിൾ ആയിരിക്കണം. അങ്ങനെ അവൈലബിൾ അല്ലെങ്കിലും റിമോട്ടായിട്ടുള്ള ലൊക്കേഷനിൽ ഈ ഒരു റിസോഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ്സിന് അനുസരിച്ച് നമുക്ക് ഡെലിവർ ചെയ്ത് തരും ത്രൂ ഇൻ്റർനെറ്റ്. ആ ഒരു കോൺസെപ്റ്റിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഏതൊക്കെ റിസോഴ്സസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ റിസോഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കണം. ദാറ്റ് ഈസ് ദ ഐഡിയ ബിഹൈൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. പേ ആസ് യു ഗോ പ്രൈസിങ് എന്ന് പറയുന്നത് ഏത് റിസോഴ്സസ് ആണോ, ഏത് സർവീസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ റിസോഴ്സിന് അല്ലെങ്കിൽ ആ സർവീസിന് മാത്രം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ക്ലൗഡ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യുന്ന റിസോഴ്സിനെയാണ് ക്ലൗഡ് എന്ന് പറയുന്നത്. നീഡ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. നീഡ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്യാനുള്ള ഹാർഡ്വെയർ, റൺ ടൈം എൻവയോൺമെൻറ്റ്, ഫ്രെയിംവർക്ക് ഒന്നും എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല. എന്നാലും വി ക്യാൻ ഡു ഇറ്റ് യൂസിങ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കോൺസെപ്റ്റ്. ഫിസിക്കലി റിസോഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നമ്മളത് ആ റിസോഴ്സ് പർച്ചേസ് ചെയ്യണം. സോ കോസ്റ്റ് കൂടുതലായിരിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സിന് മാത്രം പേയ്മെൻറ്റ് കൊടുത്താൽ മതി. സോ കോസ്റ്റ് കട്ടിംഗ് ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്. സെക്കൻഡ് നീഡ് എന്ന് പറയുന്നത് ലെസ്സർ മെയിൻ്റെനൻസ്. ലെസ്സർ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഈ റിസോഴ്സ് ഒന്നും എൻ്റെ സിസ്റ്റത്തിൽ ഹോൾഡ് ചെയ്യുന്നതല്ല. റിമോട്ട് ലൊക്കേഷനിൽ നിന്നും ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുന്നതും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതും യൂസർ ആയിരിക്കില്ല, ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ആയിരിക്കും. സോ യൂസർ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ക്ലൗഡ് സർവീസ് കൺസ്യൂമേഴ്സിന് വളരെ കുറച്ച് മെയിൻ്റെനൻസ് കോസ്റ്റ് വരുന്നുള്ളൂ. ഹിസ്റ്ററി ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് JCR Licklider. ഫസ്റ്റ് ഓപ്പറേഷണൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കായ ആർപാനെറ്റ് ടീമിൽ ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഫ്രേസ് ആദ്യമായിട്ട് വന്ന ഡോക്യുമെൻ്റാണ് കോമ്പാക്ട് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ് ഇൻ 1996. 3 സർവീസാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്: സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ആദ്യമായിട്ട് ഒരു കമ്പനി ഓഫർ ചെയ്ത സർവീസാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സെയിൽസ്ഫോഴ്സ് ആണ് ആ സർവീസ് പ്രൊവൈഡ് ചെയ്തത് ഇൻ 1999. വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സായ ആമസോൺ വെബ് സർവീസ് 2002 പ്രൊവൈഡ് ചെയ്തു. 2006 ആമസോൺ EC2 അതായത് ഇലാസ്റ്റിക് കമ്പ്യൂട്ട് ക്ലൗഡ് കൊമേഴ്ഷ്യൽ സർവീസ് ഓപ്പൺ ചെയ്തു. Thank you.